നമസ്കാരം. കയ്യിൽ അധികാരമുണ്ടെന്നതിന്റെ ഹുങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ വിക്രിയകൾക്ക് അവസാനമില്ല. ആദ്യമൊക്കെ പാർട്ടിയിൽ തന്നെക്കാൾ തലമൂത്തിട്ടുള്ള നേതാക്കന്മാരോടായിരുന്നു ആ അഹങ്കാരമെങ്കിൽ പിന്നീട് അത് സാധാരണക്കാരോടും അത് കഴിഞ്ഞ് KSRTC ഡ്രൈവറായ യദുവിനോടും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോടും അത്തരം പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ മേയറുടെ അഹങ്കാര പ്രകടനം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യന് കരിങ്കൊടി പേടിയാണ് എന്നതുപോലെ മേയർക്ക് മാധ്യമ പ്രവർത്തകരെയാണ് പേടി. രാജ്യത്ത് തന്നെ അധികാരത്തിൽ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അലങ്കരിക്കുന്ന കക്ഷിയാണ് കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ ആര്യ രാജേന്ദ്രൻ എന്നതിനാൽ തന്നെ ഈ ഭയം പ്രത്യക്ഷത്തിൽ കാണിക്കാൻ മേയറുടെ ഈഗോ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടക്കുറവുകൾ പ്രകടിപ്പിക്കാൻ മേയർ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗമായി മാറിയിരിക്കുന്നത് അഹങ്കാരം എന്നതാണ്. ആ അഹങ്കാരം മേയർ കൃത്യമായി കാണിക്കേണ്ടിടത്തൊക്കെ കാണിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പുച്ഛത്തോടെ സംസാരിച്ചത് ഞാൻ ഈ പറയുന്ന പേടിയും അഹങ്കാരവും ഒരുമിച്ച് വന്ന വികാരം കൊണ്ട് മാത്രമാണ് ഉണ്ടായതെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. പറഞ്ഞു വന്നത് മേയർ ആര്യ രാജേന്ദ്രൻ വാർത്ത കവർ ചെയ്യാൻ എത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് കുതിര കയറി സംസാരിച്ചതിനെ കുറിച്ച്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ഭയന്ന മേയർ ചെറുതായിട്ടൊന്ന് പകച്ചു. പക്ഷേ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേയർ കാരണബോധനെ മനസ്സിൽ ധ്യാനിച്ച് കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. എടുത്തു കഴിയുമ്പോൾ പറയണേ എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചു. നിങ്ങളൊക്കെ എത്ര വാർത്ത കൊടുത്താലും ഞങ്ങൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടാകില്ല എന്ന മട്ടിലായിരുന്നു ആ ചിരി. തെറ്റുകൾ ചെയ്തു കൂട്ടുന്നതും പോരാഞ്ഞ് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നവരോട് പുച്ഛം എന്നതാണ് അന്തംഗമികളുടെ സ്ഥിരം ശീലമായത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ പരം തെളിവുകൾ വേറെ വരാനില്ല. എങ്കിലും അധികാരം തലയ്ക്ക് പിടിച്ച മേയർ അമ്മയുടെ ഈ വിക്രിയകൾ ജനം സഹിച്ചു നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. സഖാക്കന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ നടന്നു പോകുന്ന പൊങ്കാലയുടെ പേരിൽ ഇഷ്ടിക അടക്കമുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന സ്മാർട്ട് സിറ്റിയുടെ പേരും പറഞ്ഞ കേന്ദ്ര ഫണ്ട് കൊണ്ട് പുട്ടടിക്കുന്ന തിരുവനന്തപുരത്തെ ജനങ്ങളെ വെള്ളത്തിൽ മുക്കി അവർക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്ന ഇടത് സർക്കാരിന്റെ അഭിമാനമായിട്ടുള്ള ജനങ്ങൾക്ക് പറയാൻ അപമാനമായ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഉൾപ്പെടെ മേയറുടെ രാജിയല്ലാതെ ഇനി വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു കൗൺസിൽ നിർബന്ധമെന്ന് വാദിച്ചു കൊണ്ടുവന്ന മേയർ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗം അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുമുണ്ട്. സ്കൂൾ തുറക്കാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ സ്കൂളുകൾക്ക് സമീപത്തുള്ള വലിയ കിണർ പോലുള്ള കുഴികൾ പോലും നികത്താനോ അല്ലെങ്കിൽ അത് നികത്താൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനോ സാധിക്കാത്ത മേയർ അത്തരത്തിൽ എന്തിനാണ് ഭരണം കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇത്രയും ഗതികെട്ട ഭരണകൂടം ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഇതൊന്നും ജനങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല എന്നും ഇവർക്കൊന്നും ഭരണം കയ്യിൽ നൽകേണ്ട ആവശ്യമില്ല എന്നുമാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന്റെ മേയർ കസേരയ്ക്ക് അധിക നാൾ ബലം ഉണ്ടാകില്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.